കപ്പിനും ചുണ്ടിനും ഇടയിൽ എത്രയെത്ര മത്സരങ്ങൾ നഷ്ടപ്പെടുത്തിയ ദക്ഷിണാഫ്രിക്ക. എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു സ്ഥാനമുള്ള ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ലോകത്ത് ചരിത്രങ്ങൾ സൃഷ്ടിക്കുമ്പോഴും തങ്ങൾക്ക് അവരുടേതായ ഒരു ലെവലിലേക്കുള്ള ICC ട്രോഫി കയ്യിൽ എത്താത്ത ഒരു സാഹചര്യം ദക്ഷിണാഫ്രിക്കൻ ടീമിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പലതവണ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട്. നേരെ ജയിക്കാവുന്ന കളി പോലും അവസാന നിമിഷം എങ്ങനെയൊരു വലിയൊരു കുഴിയിലേക്ക് ചാടുന്ന അവസ്ഥയിൽ തോറ്റുപോകുന്ന ദക്ഷിണാഫ്രിക്ക. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ 10-38 പന്തുകളിൽ 2 റൺസ് വേണ്ടിയിരുന്ന ദക്ഷിണാഫ്രിക്കയുടെ കയ്യിൽ 3 വിക്കറ്റുകളും മിച്ചമുണ്ടായിരുന്ന സമയത്ത് ആ 3 വിക്കറ്റുകളും കളഞ്ഞു തൊലച്ചുകൊണ്ട് ആ കളി തോറ്റ ദക്ഷിണാഫ്രിക്ക. അത്രയ്ക്ക് ഭാഗ്യം കെട്ട ദക്ഷിണാഫ്രിക്ക. ഏത് മത്സരം കളിച്ചാലും ഭാഗ്യമില്ലാത്ത ടീം എന്നുള്ളൊരു പേരും. അവസാനം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ലോക രാജാക്കന്മാരായ ഓസ്ട്രേലിയനെ തകർത്തുകൊണ്ട് അങ്ങനെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായിരുന്നു. അതും അവരുടെ നായകൻ ടെമ്പ ബവൂമയുടെ കീഴിൽ. ബവൂമ എന്ന ക്യാപ്റ്റനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പരിഹാസങ്ങൾ കേട്ട് ടീമിൽ നിന്നിരുന്ന ഒരു ആളാണ്. എത്രയോ ടീം അംഗങ്ങൾ, എതിർ ടീമിലുള്ള അംഗങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചു. ഏകദേശം സംവരണത്തിലൂടെ കടന്നു വന്ന ഒരു പ്ലെയർ ആണെന്നുള്ള രീതിയിൽ വരെ അദ്ദേഹത്തെ കളിയാക്കി. ഒരു ചെറിയ മനുഷ്യൻ ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ദക്ഷിണാഫ്രിക്കൻ ടീമിന് ആദ്യമായിട്ട് ICCയുടെ ഒരു ട്രോഫി, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ദക്ഷിണാഫ്രിക്ക ടെമ്പ ബവൂമയുടെ കീഴിൽ ആ ട്രോഫി നേടിയിരിക്കുന്നു. ലോക രാജാക്കന്മാരായ ഓസ്ട്രേലിയനെ, ക്രിക്കറ്റ് രാജാക്കന്മാരായ ഓസ്ട്രേലിയനെ തകർത്തുകൊണ്ട് നല്ലൊരു കിടിലൻ മത്സരം. നല്ല രീതിയിൽ ടെമ്പ ബവൂമ, എയ്ഡൻ മാർക്രം എന്നിവർ, അതുപോലെ തന്നെ അവരുടെ ബോളേഴ്സ് ആണെങ്കിലും മികച്ച രീതിയിൽ തന്നെ ലുങ്കി എങ്കിടി ഒക്കെ എന്തൊക്കെ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. എങ്ങനെയാണേലും ദക്ഷിണാഫ്രിക്കൻ ടീം അവരുടെ എപ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുമെന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും മോചിതരായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ദക്ഷിണാഫ്രിക്കൻ ടീം. നിങ്ങളുടെ ഉയർച്ചയിൽ എല്ലാ ക്രിക്കറ്റ് സ്നേഹികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അടിപൊളി ഒരു മാച്ചായിരുന്നു. എന്തായാലും ദക്ഷിണാഫ്രിക്കൻ ടീമിന് എല്ലാവിധ ആശംസകളും.